ഗൃഹാതുരത്ത് ഉണർത്തുന്ന ഓർമ്മകളാണ്. എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്കാണ് പോവാറുള്ളത് അല്ലെ. ആ ഒരു സമയത്ത് കൂട്ടുകാരെല്ലാവരും ചേർന്ന് തൊടികളിൽ നിന്ന് പൂക്കൾ പറിക്കുന്നതും, അത്തക്കളം ഒരുക്കി ചാണം മെഴുകി മുറ്റത്ത് പൂക്കളം ഇടുന്നതും, വീട്ടിലെ ഓണസദ്യ ഒരുക്കുന്നതും, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് നമുക്ക് എല്ലാവർക്കും ഓണം എന്ന് പറയുമ്പോൾ. ഇന്നത്തെ കാലത്തെ ഓണാഘോഷത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കളറാണ്, കളർഫുള്ളാണ്. ഒരു കാലത്ത് വീടുകൾ കേന്ദ്രീകരിച്ച് മാത്രം ഉണ്ടായിരുന്ന ഓണാഘോഷങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സംഘടനകൾ കേന്ദ്രീകരിച്ചും ഓഫീസുകളിലൊക്കെ വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ആഘോഷിക്കാറ്. പക്ഷേ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് ഓണത്തെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും ഓണം ടോക്ക് ഷോയുമായിട്ട് കുട്ടികളുടെ അടുത്ത് പോകാറുണ്ട്, ഇന്നത്തെ തലമുറകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ അങ്ങനെ ഒരു ടോക്ക് ഷോയുമായിട്ട് എത്തിയപ്പോൾ നമ്മൾ ചോദിച്ചു, ആരാണ് മാവേലിനെ പാതാളത്തിലേക്ക് താഴ്ത്തിയതെന്ന്. അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞ ഉത്തരം കാലനാണ് എന്നാണ്. സത്യത്തിൽ അതൊരു രസകരമായിട്ട് ആ ഒരു സമയത്ത് തോന്നിയെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഓണത്തെക്കുറിച്ച്, ഓണക്കാലത്തെക്കുറിച്ച് ആ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ നമുക്കൊപ്പം ഇന്ന് ലക്ഷ്മിയമ്മയുണ്ട്, രാധമ്മയുണ്ട്. അപ്പോൾ ഇവരുടെ ഓർമ്മകളിലെ ഒരുപാട് ഓണവിശേഷങ്ങൾ നമ്മളിന്ന് ചോദിച്ചറിയാൻ പോവാണ്. അപ്പൊ ആദ്യമേ തന്നെ രണ്ടമ്മമാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓണാശംസകൾ നേരാണ്. അപ്പൊ ലക്ഷ്മിയമ്മ, എങ്ങനെയാണ് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ ഒരു ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ പറയാത്തങ്ങ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ്. നമ്മുടെ ഓർമ്മയിൽ ഒരു വീട്ടിൽ 5-6 മക്കളുണ്ടാവും, അച്ഛനും അമ്മയും ഉണ്ടാവും. അവരെല്ലാവരും കൂടി നമ്മളിതുപോലെ അന്ന് കാലത്തൊന്നും നമുക്ക് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അച്ഛനും അമ്മയും കടം വാങ്ങിച്ച് പറഞ്ഞ് ചോറും കറിയും ഉണ്ടാക്കി, ഓണത്തിനാണ് നല്ലൊരു ചോറും കറിയും പപ്പടം പായസമൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഉണ്ട്. 12 മണി ഉണ്ടെങ്കിൽ ഉണ്ണും. അത് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓരോ ജോഡി ഡ്രസ്സ് തരും, ഒരു ജാക്കറ്റ്, ഒരു പാവാടി. അത് കൊടുത്ത് 12 മണി കഴിഞ്ഞ് ഊണ് കഴിയും. അപ്പം അമ്മ പാവാടയും ജാക്കറ്റ് എടുത്തെന്നും തരുന്നും പറയും. അപ്പം അത് എടുക്കുക, കൊടുക്കുക, കൂട്ടുകാരെടുത്ത് ഓടും, കാണിച്ചു കൊടുക്കുക. എൻ്റെ പാവാടയും ജാക്കറ്റ് എങ്ങനത്തെ, എൻ്റെ എങ്ങനത്തതാണ്, ആരുടെ അടി ഭംഗി നോക്കട്ടെ എന്ന് കാണിച്ചു കാട്ട് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരെ 6 മണി വരെ കളി തന്നെയാണ്. എന്ത് കളിയാണ് കളിക്കണ്, ആ കളി കളിച്ച് നേരം സന്ധ്യയാക്കും, വീട്ടിൽ വരുമ്പോഴേക്ക് ഇരുട്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് മൊബൈല്, TV. അവർക്ക് പാട്ടെന്താ, കളി എന്താ, ഓണപ്പാട്ട് എന്താ, ഓണത്തുമ്പി എന്താ, തുമ്പി കളിക്കും, പിന്നെ താലിയും പീലിയും കളിക്കും, ആട് പിടിച്ച് കളിക്കും, മത്തങ്ങ പിടിച്ച് കളിക്കും. അങ്ങനെയുള്ള കളികളും പാട്ടുകളൊക്കെയാണ് നമ്മളുള്ള കാലം നമ്മുടെ ഓർമ്മയിൽ ഇങ്ങോട്ട് ഉണ്ടായിരിക്കണത്. ഇന്നുള്ളവർക്ക് ആ പാട്ടിൻ്റെ പേരെന്താ അതൊന്നും അറിയില്ല, ഓണപ്പാട്ട് എന്താണെന്നും ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു ഓണം എന്ന് പറയുമ്പോ ആ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം അന്നാണ് നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം മാത്രമല്ല ഒരു വസ്ത്രം ഏറ്റവും പുതിയത് എന്ന് പറയുന്നത് ഓണത്തിന് മാത്രം കിട്ടുന്നത് ആണ്. പക്ഷെ അപ്പൊ ആ ഒരു സന്തോഷം ഇന്നത്തെ ഓണാഘോഷത്തിനുണ്ടാവും. എന്നും ഡ്രസ്സുകളല്ല വീതം കുട്ടികൾക്ക്. നമുക്ക് ഒന്നും കൊടുത്തത് നാളേക്ക് കൊടുക്കാമെന്ന് കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനല്ല. ഇന്ന് അവർക്ക് എപ്പോഴും ഓരോരോ ജോഡി ഡ്രസ്സുകളാണ്. ഇന്നിപ്പോൾ അങ്ങനൊരു കാലം, ഇന്നത്തെ അന്ന് അങ്ങനൊരു കാലം. അപ്പം അതൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം, നിങ്ങളുടെ കാലം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ടേ പറയും. ഇന്നിപ്പോ ഓണം എന്ന് പറയുമ്പോ ഇപ്പം സ്കൂളുകളിലായാലും അല്ലെങ്കിൽ ഓഫീസുകളിലായാലും ഒക്കെ വളരെ വലിയ പൂക്കളൊക്കെ ഇട്ട് വലിയ രീതിയിൽ വിപുലമായിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ ഓണം നമ്മൾ അത്തം മുതൽ തുടങ്ങുമ്പോ ഈ തൊടിയിലെ പൂക്കള് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തുമ്പപ്പൂവും മുക്കുറ്റിയൊക്കെ പൂക്കളിൽ ഉണ്ടാവണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ നമ്മള് വരവ് പൂക്കളെയാണ്. അപ്പൊ നമ്മുടെ കാലത്തൊക്കെ എങ്ങനെയാണ് ഒരു പൂക്കളം ഇടുന്നതിന്റെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പൂക്കളം ഉണ്ടാവും. നമ്മള് മുറ്റം അടിച്ച് നന്നായി മണ്ണ് കൊടുന്ന് കഴുകി, ചിലവര് 3-4 നിലയാക്കിയിട്ട് ഉണ്ടാക്കും, ചിലവര് ഇങ്ങനെ 2 നിലയാക്കിയിട്ട്. അല്ല അങ്ങനെ ആ കളം മെഴുകി അതിൽ നമ്മൾ ചാണകം കൊണ്ട് കൊടുന്ന് മെഴുകി, ചാണകം തൊടാതെ കണ്ട് പൂവിടില്ല. ഇന്ന് അങ്ങനല്ല. അപ്പൊ അത് നമ്മളെ വളർത്തുന്ന നമ്മൾ പൂക്കൾ നുള്ളി പൂവ് മുറ്റം നിറച്ചിട്ട് പൂവിളിയും കഴിഞ്ഞ് പൂവിടൽ കഴിഞ്ഞ് പൂവ് വിളിച്ചിട്ടാണ് അവിടെ നിന്ന് നീക്കിയുള്ളൂ. ഇന്ന് പൂവ് വരവാണ്. അതുപോലെ തന്നെ ഈ തൃക്കാക്കരപ്പനെ വെക്കുന്നത് ഇന്നിപ്പോ പലരും അത് ചെയ്യുന്നില്ല. എന്താണ് അമ്മയ്ക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം? തൃക്കാക്കരപ്പനെ വെക്കുന്ന അത്ര ഓർമ്മയില്ല.
കൊടുത്തല്ല. അതിന്റെ കാര്യം അറിയില്ല. അറിയില്ല. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഓണപ്പാട്ടുകൾ? ഏതൊക്കെ അമ്മ ഓണപ്പാട്ടൊക്കെ ഒരുപാട് പാടിയിരുന്ന ആളാണ് അല്ലേ? പാട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പാടും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു ഓണപ്പാട്ട് കേൾക്കാം. ഒരു പാട്ടായാലോ? പാട്ട് പാടാം, അറിയുന്നത് പാടാം. ഞങ്ങൾ കൈ കൊട്ടി കളിക്കും. അപ്പൊ അങ്ങനെ അറിയുന്നതൊന്ന് പാടാം. മാവേലി തമ്പൂരാൻ വാഴും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമോദം അല്ലട ഞങ്ങളെ പൊന്നങ്ങളെ മക്കാരോടും ഇല്ല എന്നൊരു പക്ഷഭേദം ആമോദം അല്ലട ഞങ്ങളെ പൊന്നങ്ങളെ മക്കാരോടും ഇല്ല എന്നൊരു പക്ഷഭേദം മിട്ടോ മാടിച്ചു കളമെഴുകി തെറ്റാതെ പെമ്പുള്ളരുടെ പെട്ടിക്കളി കരകളിയാമ്പുള്ളരുടെ അലങ്കാരം കണ്ണെഴുത്തും കാതിലോലം പെമ്പുള്ളരുടെ അലങ്കാരം പെട്ടിക്കളി കരകളിയാമ്പുള്ളരുടെ അലങ്കാരം കണ്ണെഴുത്തും കാതിലോലം പെമ്പുള്ളരുടെ അലങ്കാരം അക്കാലം നമ്മളങ്ങനെ കഴിഞ്ഞുപോയി ഇക്കാലം പട്ടിണി പാടായി പോയി അക്കാലം നമ്മളങ്ങനെ കഴിഞ്ഞുപോയി ഇക്കാലം പട്ടിണി പാടായി പോയി ചിങ്ങമാസത്തിൽ തിരുവോണത്തുന്നാൾ ചിന്തയില്ലാതെയുണ്ണ നല്ല കാലം ചിങ്ങമാസത്തിൽ തിരുവോണത്തുന്നാൾ ചിന്തയില്ലാതെയുണ്ണ നല്ല കാലം മാവേലി തമ്പൂരാൻ വാഴും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അങ്ങനെ നല്ലൊരു പാട്ട് നമ്മൾ ആസ്വദിച്ചു അല്ലെ. എത്രയെത്ര പഴയ ഓണപ്പാട്ടുകളുണ്ട്, പക്ഷെ ഇന്നത്തെ തലമുറകൾക്ക് അതൊന്നും അറിയില്ല എന്നുള്ളതാണ്. ഇന്ന് പണ്ട് കുട്ടികളൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ മുത്തച്ഛന്മാരും ഒക്കെ അത് പാടിക്കൊടുത്തായിരുന്നു. കുട്ടികൾക്ക് അവരുടെ അടുത്തിരിക്കാൻ പോലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നേരെലേക്ക് തോന്നുന്നു കൂടുതൽ ഫോണിലും ഒക്കെ ആയിട്ട് ഒന്നിപ്പോ അങ്ങനെ അവർ വിളിച്ച അവർക്ക് അറിയില്ല. നമ്മൾ ഇങ്ങനൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം കഴിഞ്ഞു പോയത്, പാടിത്തര വായ അതൊക്കെ പഠിച്ചു നോക്കും. പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേറെ കുട്ടികളോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഇവിടെ ടി വി കാണാം, നല്ല പരിപാടി ടി വിയിലുണ്ട് പറയും. ഈ പാട്ടുകളെക്കാട്ടിലൊക്കെ ഇഷ്ടമുള്ള അവർക്ക് ടി വി കാണാനാണ്. അപ്പൊ രാധമ്മ എങ്ങനെയാണ് രാധമ്മയുടെ ഒരു ഓണക്കാല ഓർമ്മകള്? ലക്ഷ്മി അമ്മ പറഞ്ഞ പോലെ തന്നെയാണ്. ഓണപ്പാട്ട് അറിയോ രാധമ്മയ്ക്ക്? ഏതെങ്കിലും ഓണപ്പാട്ട്? അപ്പൊ രാധമ്മയുടെ വീട് എവിടെയാ? മൈസൂരാണ്. അപ്പൊ മൈസൂരിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു പോടുന്നത്. അപ്പൊ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 38 വർഷമായി. അപ്പൊ എങ്ങനെയാണ് മൈസൂര് അതുപോലെ ഓണാഘോഷമൊക്കെ ഉണ്ടോ, അതോ ഇവിടെ വന്നിട്ടാണോ ഓണാഘോഷം കൂടുതൽ? കുറച്ച് മലയാളികളുണ്ട് അങ്ങനെ ഓണാഘോഷം കൂടുന്നല്ലാണ്ട് അവിടെ ഓണാഘോഷം ഇല്ല. ഓണമില്ല. ഇവിടെ വന്നപ്പോ എന്ത് തോന്നി? ഓണം ഇവിടെ വന്നപ്പോ നല്ലതാണ്. കേരളത്തിൽ നല്ലതല്ലേ ഓണം? നല്ലതാണ്. അപ്പൊ ഇവിടുത്തെ ഓണാഘോഷത്താണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ രാധമ്മയ്ക്ക് അതുകൊണ്ട് മൈസൂർ ആയതുകൊണ്ടാണ് കൂടുതൽ ഓണപ്പാട്ടുകളൊന്നും അറിയാതെ. അതെ. അപ്പൊ ലക്ഷ്മി അമ്മ ആദ്യം ഒരു നല്ല അർത്ഥവത്തായിട്ടുള്ള വരികളായിരുന്നു അല്ലെ. പിന്നെ ആ ഒരു ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓണത്തിന് ബന്ധുക്കളെല്ലാം വീട്ടിൽ കൂടുന്ന ഒരു കാലാണ്. അത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാലം. പക്ഷെ ഇന്ന് എല്ലാവരും നമ്മൾ ഓണത്തിന് കൂടുതൽ യാത്രകളൊക്കെ പോകാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ലക്ഷ്മി അമ്മയുടെ ആ ഒരു കാലത്തുള്ള എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള അന്നത്തെ കളികളൊക്കെ എന്താണ് കൂടുതൽ? എനിക്കിപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാലം. ഇപ്പോഴത്തൊക്കെ എന്താ തോന്നിയ പോലെ പോവുക. അതൊക്കെ തന്നെ. അന്ന് നമ്മുടെ കുടുംബങ്ങളും എല്ലാവരും വന്ന് ഓരോ വഴിക്ക് പോവുക, അങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുക. അതൊക്കെ ഒരു സുഖം വേറെയാണ്. അച്ഛനും അമ്മയും മക്കളും ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ. അന്ന് ഓണത്തിന് ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു. ഓണത്തിന്റേതായിട്ടുള്ള മാത്രമായിട്ടുള്ള കളികൾ ഓണ ദിവസം എല്ലാവരും ചേർന്ന് കളിക്കുന്നത്. അതിന്റെ ഒരു ഓർമ്മകൾ എങ്ങനെയാ? ഏതൊക്കെ കളികളൊക്കെയാണ്? അത് പുരുഷന്മാര് ഒരു വിധമുള്ളവരെന്താ ചവിട്ടുകളി എന്ന് പറയും, ആ കളിയുണ്ട്. പിന്നെ കോലുകളി എന്ന് പറയും, അത് കളിക്കും. പിന്നെ ഒരു ചീട്ടുകളി എന്ന് പറയും, അത് കളിക്കും. പിന്നെ ചെറിയ കുട്ടികൾ പന്ത് കളിക്കും, കാര കളിക്കും. അങ്ങനെയൊക്കെയുള്ള കളികളുണ്ട്. നമ്മൾ സ്ത്രീകൾ മാത്രം ഞങ്ങൾ കൈകൊട്ടി കളിച്ച് പാട്ട് പാടി. നമ്മൾ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ നമുക്ക് അറിയുന്നത് പാടി കളിക്കുക തന്നെ. അങ്ങനെ കളിച്ച് ലക്ഷ്മി അമ്മയുടെ അമ്മയൊക്കെ അങ്ങനെ ഒരുപാട് കഥകളും പാട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ ഉണ്ടോ? അല്ല, അമ്മ അങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അമ്മ ഞങ്ങളെ കളിക്കുമ്പോൾ കളിക്കാൻ കൂടും ഞങ്ങളുടെ കൂടെ.
ഇനി ഒരു പാട്ടും കൂടി ആയാലോ നമുക്ക്? ഒരു പാട്ടും കൂടി ആയാലോ? ഒരു പാട്ടും കൂടി ആവാം. പൂവിളി പൂവിളി പൊന്നോണം വന്നേ, പൂവിളി പൂവിളി പൊന്നോണം വന്നേ, നീ വായോ പൊന്നോണ തുമ്പി, നീ വായോ പൊന്നോണ തുമ്പി. ഓണം വന്നില്ലേ കൊടി ഉടുക്കണ്ടേ, ഊഞ്ഞാലാടണ്ടേ നമ്മൂഞ്ഞാലാടണ്ടേ, പൂവിളി പൂവിളി പൊന്നോണം വന്നേ, പൂവിളി പൂവിളി പൊന്നോണം വന്നേ, നീ വായോ പൊന്നോണ തുമ്പി, നീ വായോ പൊന്നോണ തുമ്പി. ഓണം വന്നില്ലേ കൊടി ഉടുക്കണ്ടേ, ഊഞ്ഞാലാടണ്ടേ നമ്മൂഞ്ഞാലാടണ്ടേ, ഊഞ്ഞാലാടണ്ടേ നമ്മൂഞ്ഞാലാടണ്ടേ. അങ്ങനെ നമ്മള് 2 ഓണപ്പാട്ട് കേട്ടു. എനിക്ക് തോന്നുന്നു എന്താണ് ഇനി അമ്മയ്ക്ക് നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്? ഈ ഒരു ഓണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? ഇന്നത്തെ പുതിയ തലമുറകളുണ്ട്, അവർക്കൊക്കെ ഇന്നത്തെ ഓണം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ പഴയ തലമുറകളിൽപ്പെട്ടവർ എന്നും ആ നമ്മുടെ പഴയ ഓർമ്മകളിലേക്കാണ് ഓണം എന്ന് പറയുമ്പോൾ പോവാറുള്ളത്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പഴയ കാലത്തെ ഓണം തന്നെയാണ് ഇഷ്ടം എന്നുള്ളത്. ഇപ്പൊ ലക്ഷ്മി അമ്മയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് പഴയ കാലത്തെ ഓണം തന്നെയാണ് ഇഷ്ടം. അപ്പൊ എന്താണ് ഈ ഒരു ഓണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആഘോഷിക്കണം, അല്ലെങ്കിൽ അത് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഇപ്പൊ പറയാനുള്ളത്, അന്ന് നമുക്ക് പട്ടിണി കിടന്നതിൻ്റെ ഒരു ഇതാണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമുക്ക് എന്നും ഓണാണ്. 2 വക കറിയും പപ്പടം ഒന്നുമില്ലാതെ നമ്മൾ ഊണ് കഴിച്ചിട്ടില്ല, ഊണ് കഴിക്കില്ല. അന്നത്തെ അയ്യോ എന്നാ ഓണം വരിക, എന്നാ തിരുവാതിര വരിക, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ? അതുകൊണ്ടാണ് അത് ഇത്രയും മനോഹരമായതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ വിഷു വരിക, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളാണ് മനസ്സിൽ. അങ്ങനെയൊക്കെ അതിനുള്ള അങ്ങനെ പറയാം, അതിനെ കുറിച്ച് അങ്ങനെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞ പോലെ തന്നെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അന്ന് ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കൊതിയോടെ കാത്തിരുന്നിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഓണാണ്, ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ഓണക്കോടി എടുക്കുകയാണ് അല്ലെ? ഓണം എത്ര കളർഫുൾ ആയാലും പഴയ കാല ഓർമ്മകൾ എന്നും മനസ്സിൽ അതിങ്ങനെ ഒരു ഉദിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓണം എന്നും നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാകുന്നത്, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാവുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഓണം, സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിന്റെയും കൂടെ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.